ഹായ്, വെൽക്കം ഓൾ ടു സ്മാർട്ട് ടോക്ക് വിത്ത് നിഷ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫുൾ ടൈം കണ്ട സമയം മുതൽ എന്നോട് മകൻ 10th വിശേഷങ്ങളാണ്. 9th എക്സാം കഴിഞ്ഞു, റിസൾട്ട് വന്നു, 10th കുറേ ആങ്സൈറ്റിയാണ്, കുറേ കാര്യങ്ങൾ. 10th നിഷ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഏതിനൊക്കെയാണ് ട്യൂഷന് പോകണമെന്ന് പറഞ്ഞാൽ അവനാണെങ്കിൽ ട്യൂഷന് പോകാൻ ഒരു താല്പര്യവുമില്ല. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇങ്ങനെ ആകെ കുറച്ച് നേരെ ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയുള്ളൂ. ഞാനിത് കേട്ടിട്ട് കാരണം അവൾ ഏതോ ഒരു ലോകത്താണ്. കാരണം ഈ കുട്ടിയുടെ 10th എന്ന് പറയുന്നത് നല്ല ചിരിച്ചും ഇതൊക്കെ സംസാരിക്കുന്ന ആ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്നപ്പോൾ എനിക്ക് തോന്നി, അത് കഴിഞ്ഞാൽ ശരി എല്ലാം ശരിയാവും, ടെൻഷനൊന്നും അടിക്കണ്ട, അതൊക്കെ അതിൻ്റെ വഴിക്ക് നീങ്ങും, ഒന്നും ആലോചിക്കേണ്ട, അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ആലോചിക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനേ സമയം ഉണ്ടാവുള്ളൂ. നമ്മുടെ പഴയ പോലെ തന്നെ നീ എല്ലാ ക്ലാസ്സും എങ്ങനെയാണോ അതേപോലെ തന്നെ ഇതും കടന്നു പോവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നെ തിരിച്ചു അങ്ങനെയൊന്നും അല്ല, ഇപ്പോൾ അങ്ങനെയാണ് ക്ലാസ്, എല്ലാം ഇങ്ങനെയാണ്, നോട്ട്സ് നമ്മൾ ഉണ്ടാക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ കുറച്ചൊക്കെ ഞാൻ ശ്രമിച്ചു. അവസാനം ഞാൻ പറഞ്ഞു, ആ കുട്ടിയുണ്ട് അടുത്ത്, അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവന് ഒരു പറയില്ല. അപ്പം ഞാൻ അങ്ങനെ അവൻ്റെ കൊടുത്തപ്പോൾ അവൻ പറഞ്ഞിട്ട് കാര്യമില്ല ആൻറ്റി, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഞാൻ പറയുന്നുണ്ട്, എനിക്കറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് എന്ന് പറഞ്ഞാൽ അവൻ ഭയങ്കര കൂളായിട്ട് എന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ അവൾ ഭയങ്കര ചിരിച്ചു. ഈ കുട്ടി ഇതിങ്ങനെ പറഞ്ഞപ്പോൾ ചോദിച്ചാൽ ഞാൻ അങ്ങനെ അടിക്കണമെന്നേ ഉള്ളൂ, ഇപ്പം ഞാൻ പറഞ്ഞൊന്നും കേൾക്കില്ല, അവൻ്റേതായിട്ടുള്ള വഴികൾ തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്തായാലും ടോപ്പിക് ഇതന്നെ ആവാം എന്നുള്ളതാണ്. വറീസ് അല്ലേ? ഭയമൊക്കെ തോന്നി എനിക്ക് ആ മുഖത്ത്, എൻ്റെ ഫ്രണ്ടിൻ്റെ മുഖത്ത്. വറി കൂടിയിട്ട് അതൊരു ഫിയർ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക്, ഇമോഷൻസിലേക്കൊക്കെ ചെന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മളൊന്ന് റീതിങ്ക് ചെയ്യേണ്ട സമയമായില്ലേ? നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ ഈ വറീസിനെ ഒരുപാട് എങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ടോ? അത് നമ്മുടെ മറ്റു റുട്ടീൻ ലൈഫിൽ നമ്മളത് ഒരുപാട് നമ്മുടെ സന്തോഷങ്ങൾക്ക് ഒരു തടസ്സം ഇടുന്നുണ്ടോ എന്ന് പോലും എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ കുറേ പേർക്ക് വറീസിനെ അതിൻ്റെ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ വെച്ചിട്ട്, വറീസ് എന്ന് പറഞ്ഞാൽ ഡോണ്ട് കെയർ എന്നല്ല, കെയർ ചെയ്യണം നമ്മൾ, പക്ഷെ അത് ഒരുപാട് മനസ്സിലേക്ക് ഏറ്റിയിട്ട് അതൊരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് നമ്മുടെ ലൈഫിനെ കൊണ്ടുപോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം സൂക്ഷിക്കണം. നമ്മൾ എന്തിനാ ഇത്രയും ബോധേഡ് ആവണേ? ചില സില്ലി ആയിട്ടുള്ള കാര്യങ്ങളിനെ നമ്മൾ എന്തിനാ ഇങ്ങനെ അതിങ്ങനെ മല പോലെ അതിനെങ്ങനെ കാണുന്നത് എന്തിനാ എന്നുള്ളതാണ്. ചെറിയ കാര്യങ്ങളെ നമ്മൾ ചെറുതായിട്ട് തന്നെ കണ്ടാൽ മതി എന്നുള്ളതാണ്. അതേപോലെ ആ ഒരു വരി നമ്മൾ അതിനെ ഒരുപാട് നമ്മളത് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യണമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ്സ് ടൈം ടു സ്റ്റോപ്പ്. നമ്മളൊന്ന് റീതിങ്ക് ചെയ്യണം. ഞാനിത് എവിടേക്കായി പോകുന്നത്, ഞാൻ എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത്? നമ്മൾ സ്വയം ഒന്ന് എന്ത് ചെയ്യണം, നമ്മളെ കറക്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഡേ ടു ഡേ ലൈഫ് സ്ഥിരം നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഓരോന്ന് നമ്മളെ കുട്ടികൾ, ഇപ്പോൾ ഈ കേസ് തന്നെ എടുത്തോളൂ, കുട്ടികളെ കുറിച്ചിട്ട് ഒരുപാട് ഇങ്ങനെ നമ്മൾ എന്തിനാ ആകുലതപ്പെടുന്ന, എന്തിനാ ഇങ്ങനെ ഉത്കണ്ഠയൊക്കെ നമുക്ക് എന്തിനാ? ആ കുട്ടികൾക്ക് കറക്റ്റായിട്ട് അറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്. അവരുടെ ഉള്ളിലും അവർക്കുമുണ്ട് നമ്മളെപ്പോലെ തന്നെ ഒരു മനസ്സുണ്ട്. അവരും അത് ആലോചിച്ച് എൻ്റേതായിട്ടുള്ള രീതിയിൽ അതിനെ ഘോഷിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു പാത്വേ അവരുണ്ടാക്കിയിട്ടുണ്ട്. ആ പാത്വേ കൂടെ അവർ പോയിക്കോളും എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഞാൻ ഇപ്പോൾ ഈ ജോലി ഒക്കെ കിട്ടുമ്പോൾ AI കോഴ്സുകൾ, ഇപ്പോൾ ഗ്രാജുവേഷനൊക്കെയാണ്, കുട്ടികൾ ഗ്രാജുവേഷനൊക്കെ എടുക്കാൻ പോകുമ്പോൾ ഏത് കോഴ്സാണ് എടുക്കേണ്ടത്? AI പഠിച്ചോട്ടോ, AI പഠിച്ചോ. നമ്മൾ പേരൻസിൻ്റെ ഈ കുട്ടിക്ക് അറിയാം അത് AI പഠിക്കണോ, അല്ലോ ആ കുട്ടിക്ക് ആ സ്കില്ലിനോട് റിലേറ്റഡായി. ഇനിയത്തെ കാലം മുഴുവൻ AIയുടെ കാലമാണ്, ഇനി മനുഷ്യന്മാരൊന്നും ഉണ്ടാവില്ല. അതൊക്കെ വെറുതെ ഏതോ ഒരു ഇതിൽ. കാരണം AI ശരിയാണ്, ഫ്യൂച്ചറിൽ AI ഉണ്ട്. AI ഈസ് ഓൺലി എ ടൂൾ. നമ്മളൊന്ന് മനസ്സിലാക്കുക, അതൊരു വെറും ടൂളാണ്. ആ ടൂൾ ഉപയോഗിക്കാൻ ഹ്യൂമൻ ബ്രെയിൻ തന്നെയാണ് വേണ്ടത്. അൽഗോരിതംസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് മാത്സിൻ്റെ ഒരു ബേസിലാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ ഒരു ഹ്യൂമൻ ബ്രെയിൻ. പിന്നെ അത്ര അഡ്വാൻസ്ഡ് ഒന്നും ആയിട്ടില്ല നമ്മൾ. അടുത്ത കാലത്തൊന്നും നമ്മൾ മനുഷ്യനെ മാറ്റിയിട്ട് AI അങ്ങോട്ട് കയറി ഭരിക്കുകയൊന്നുമില്ല. അതിനൊക്കെ ഒരുപാട് 70s തന്നെ AI ഉണ്ട്. കുറേ കാലം മുമ്പ് തന്നെ AI ഒക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ നോക്കി നോക്കൂ,
എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഇപ്പം അതിൻ്റെ ഈ രൂപം എത്തിയിട്ടുള്ളൂ. സോ ഇനിയും കാലം എടുക്കും. ഇപ്പം പേടിക്കൊന്നും വേണ്ട. നമ്മുടെ കുട്ടികൾക്ക് ജോലി ഇല്ലാണ്ടാവും, ഇതില്ലാണ്ടാവും. ആ കുട്ടികൾ അവരുടേതായിട്ടുള്ള സിസ്റ്റത്തിലേക്ക് കടന്ന് അവരത് ചെയ്യുന്നുണ്ടാവും. അപ്പം നമ്മൾ വറി ചെയ്തിട്ട് നമ്മൾ ചിരിക്കുന്നില്ല, സന്തോഷിക്കുന്നില്ല. നമ്മൾ കാരണം കൊണ്ട് സന്തോഷിക്കുന്നുണ്ട്. കുറേ പേര് നമ്മളോട് ചുറ്റും നിൽക്കുന്നുണ്ട്. അവരുടെ ലൈഫിലേക്കും കൂടി നമ്മൾ എന്തിട്ട് കൊടുക്കുകയാണ്? നമ്മൾ കുറേ ബ്ലാക്ക് വെതറി കൊടുക്കുകയാണ്. ബ്ലാക്ക് കളേഴ്സ്, ഞാൻ പറഞ്ഞ ബ്രൈറ്റ്, ഞാൻ പറഞ്ഞ വി ഷുഡ് ബി വെരി ബ്രൈറ്റ് എന്നുള്ളതാണ്. നമ്മൾ അവരെയും കൂടി ഇരുട്ടിലേക്ക് ആക്കുക എന്ന് നമ്മൾ പറയും എന്നുള്ളതാണ്. കാരണം നമ്മുടെ കൂടെ തന്നെയല്ലേ അവരും ജീവിക്കുന്നത്. അവരും എന്താവും, നാച്ചുറലി വറീഡ് ആവാൻ തുടങ്ങും എന്നുള്ളതാണ്. അപ്പം കുട്ടികളുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ടൊക്കെ കെയർഫുൾ ആവാം, ബോധേഡ് ആവാം. ബട്ട് അതൊരു വല്ലാത്തൊരു ഇതിലേക്ക്, നമ്മളുടെ ലൈഫിൻ്റെ സന്തോഷങ്ങൾ കളയുന്ന രീതിയിലേക്ക് ഒന്നും പോകാൻ നിങ്ങൾ സമ്മതിക്കേണ്ട. കുട്ടികൾക്ക് കുട്ടികളുടേതായ വഴികളുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള കോഴ്സുകളും കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കട്ടെ. അതിനൊക്കെ നമ്മുടെ കാലത്തെ പോലെയും കൂടിയല്ല, അവർക്ക് അതിനുള്ള മെറ്റീരിയൽസ് ഒക്കെ അവരെടുക്കും. അവരുടെ സ്കില്ലിനനുസരിച്ച് അവർ ചെയ്യുകയും ചെയ്യും. അവർക്കില്ലാത്ത ബോധറേഷൻ നമുക്ക് വേണ്ട എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ അതേപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ ഗ്രാൻഡ് പേരൻസും അതെ. ഈ ഗ്രാൻഡ് ചിൽഡ്രൻ്റെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് അവർ ടെൻഷൻ അടിക്കുന്നത് കാണാം എന്നുള്ളതാണ്. അവരുടെ ലൈഫിൽ കുറേ വറീസൊക്കെ കഴിഞ്ഞു, ഇതായി അത് കഴിഞ്ഞു, നമ്മളുടെ കാര്യങ്ങൾ, നമ്മുടെ മക്കളുടെ കാര്യത്തിലൊക്കെ ടെൻഷൻ അടിച്ചു, വറീസ് ഒക്കെ സെറ്റിലായി. അവർ നല്ലൊരു ഇതിലേക്ക് ഓൾഡ് ഏജ് ഇങ്ങനെ എൻജോയ് ചെയ്യേണ്ട സമയത്ത് അവർ പുതിയ ബോധറേഷൻസ് എടുക്കുക. പേരക്കുട്ടികളുടെ കാര്യങ്ങളും കൂടി ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കുക. ഭയങ്കര അത് നല്ലൊരു എന്താ പറയുക, സൂപ്പർ സീനിയർ സിറ്റിസണൊക്കെ ആയ സമയത്ത് അത് എൻജോയ് ചെയ്യേണ്ട സമയത്ത് ഇതിലേക്ക് പോവാം. സോ ഡോണ്ട് അലൗ വറീസിനെ ഒരുപാട് മനസ്സിലിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മൾ ഇതാക്കണ്ട, ടെൻഷൻ അടിക്കാൻ നിൽക്കണ്ട. കാരണം ചിരിക്കാൻ നമ്മൾ മറന്നു പോകും. നമ്മളിങ്ങനെ എപ്പോഴും നമ്മുടെ മുഖം അങ്ങനെ എപ്പോൾ നോക്കിയാലും ഇങ്ങനെ വാടിയിട്ടും ചിന്തിച്ചിട്ടും മുഖം ചുളിച്ചിട്ടും ഒക്കെ ആകുമ്പോൾ നാച്ചുറലി നമ്മുടെ ആ പേഴ്സണാലിറ്റി തന്നെ മാറും, നമ്മുടെ ആ ഒരു ഇതൊക്കെ തന്നെ മാറും എന്നുള്ളതാണ്. നമുക്ക് നന്നായി ചിരിക്കാൻ പറ്റണം, നമുക്ക് അത്യാവശ്യം നന്നായിട്ട് ചിരിക്കാൻ പറ്റണം എന്നുള്ളതാണ്. ഇനി നമ്മൾ കുട്ടികളുടെ നമ്മുടെ വീട്ടിലത്തെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡൊന്നും ആലോചിച്ച് നോക്കൂ. ഗ്യാസ് പേപ്പർ എടുത്താൽ നമ്മൾ യുദ്ധമല്ല നമ്മളെ ഇതാക്കുന്നത്. യുദ്ധത്തിനേക്കാൾ കൂടുതൽ അത് തുറന്നു, ഷിപ്പ് കടത്തി വിട്ടുവോ എന്നൊക്കെയാണ്. ട്രംപ് എന്താ പറഞ്ഞത്? ഇതൊക്കെ എന്തിനാ? വീട്ടിലത്തെ ഗ്യാസ്, ഇതാണ് നമ്മുടെ പ്രശ്നം സത്യത്തിൽ. അപ്പോൾ അതൊന്ന് കുറച്ച് ഓഫ് ചെയ്യാൻ മറക്ക്. ആരെങ്കിലും നമ്മളിങ്ങനെ ഇരുന്നിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമില്ല. നമ്മളൊരു കസേരയിൽ ഇരുന്നിട്ട് നമ്മൾ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ ഗ്യാസ് അവിടെ ഇങ്ങനെ ഇതാവുക, അതിൽ തിളച്ചോണ്ടേ ഇരിക്കുക, വെള്ളം തിളച്ചോണ്ടേ ഇരിക്കുക. കാണുമ്പോഴേക്കും നമുക്ക് തുടങ്ങി ടെൻഷൻ. ഇനി 45 ദിവസമാണ്, അടുത്ത മാസം ആകുമ്പോഴേക്കും അത് 60 ദിവസമാക്കും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് 4 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സിലിണ്ടർ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് നിങ്ങളൊന്ന് നോക്കി നോക്കോളൂ. ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. ഇത് ടെൻഷൻ അടിക്കുന്ന ആൾക്കാർ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. സോ നമുക്ക് അവരോട് ഒന്നേ പറയാനുള്ളൂ, ചില കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിലല്ല, അതൊരു എക്സ്റ്റേണൽ ഫാക്ടറാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ എന്തൊക്കെ വറീഡായാലും അതെന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് അതിൻ്റെ വഴി കൂടെ തന്നെയാണ് എന്ത് ചെയ്യുള്ളൂ, അത് തീരുള്ളൂ എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് കറണ്ട് പോകും. ന്യൂസ് തുറന്നാൽ ഇപ്പോഴത്തെ എന്താ ചർച്ച? പവർ കട്ടാണോ, പവർ കട്ടാണില്ല എന്ന് പറയുന്നതിന് പ്രശ്നം, പവർ കട്ടാണെന്ന് പറയണത് ഓവർലോഡാണോ പ്രശ്നം? എന്തിനാണ് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ? നമുക്ക് എന്താ ഒരു അരമണിക്കൂർ കുറച്ച് നേരം ഒന്ന് ഇരുന്നു എന്നുണ്ടെങ്കിൽ തന്നെ ഇനി അതിനെക്കുറിച്ച് ഈ അരമണിക്കൂർ 1 മണിക്കൂറാവും, അടുത്തതാവും. എന്തിനാണ്? നമുക്ക് വഴികൾ വരും, ശരിയാണ്. ആ സമയത്ത് വെള്ളം നിറച്ച് വെക്കണം, നമുക്ക് കുടിക്കാനുള്ള വെള്ളം ഉണ്ടാവണം, നമുക്ക് അത്യാവശ്യം ലൈറ്റിൽ വിളക്കിൽ എണ്ണയോ അല്ലെങ്കിൽ ഇൻവേർട്ടറോ ഉണ്ടെങ്കിൽ അതിൽ ഇതുണ്ടാവണം. ഇത്രയൊക്കെ ഒന്ന് ആലോചിച്ച് വെക്കാം എന്നല്ലാതെ ഇത് തന്നെ ആലോചിച്ചിട്ട് നമുക്കത് കിട്ടാനിരിക്കുക ഒന്നൊരു മെസ്സേജാണ്. അപ്പോൾ പിന്നെ KCB പണ്ട് മെസ്സേജ് തരില്ല, മെസ്സേജ് വേണ്ടാന്ന് തോന്നില്ല. ഇപ്പം ഇന്ന് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്, നാളെ 9 മണി തൊട്ടിട്ട് 3 മണി വരെ ഇവിടെ LT വർക്കാണ്, കറണ്ട് ഉണ്ടാവില്ല. കയറി ഒട്ടന്നെ തുടങ്ങി, ടെൻഷൻ തുടങ്ങി. ഇനി ഇന്ന് മുഴുവനും നാളെ ലൈറ്റ് ഉണ്ടാവില്ല.
പക്ഷെ ശരിയാണ്, വി ക്യാൻ ബി, നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ചിന്തിക്കാം. അതിനനുസരിച്ച് നേരത്തെ നമുക്കൊന്ന് അരച്ച് വെക്കേണ്ടി വരും, കാര്യങ്ങളും ചെയ്യാം. ഇങ്ങനെയൊക്കെയുള്ള വറീസ് വേഗം നാളെ അരച്ച് വെക്കണം. ഇതങ്ങനെയല്ല, ചിലർ അപ്പോഴേക്കും അപ്പോൾ നാച്ചുറലി അവർക്ക് അൾസറും കാര്യങ്ങളും ഒക്കെ വരാൻ തുടങ്ങുകയാണ്. അപ്പം നമ്മുടെ നല്ല നല്ല ലൈഫിൽ എൻജോയ് ചെയ്യണം. ഇപ്പം ഇന്ന് രാത്രി ഈ മെസ്സേജ് വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പം വീട്ടിൽ ഇഷ്ടം പോലെ നമുക്ക് വേറെയും കുറേ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് എന്ത് ചെയ്യാനുണ്ട്, നമുക്ക് ആലോചിക്കാനുണ്ട് എന്നുള്ളതാണ്. വെള്ളം ടാങ്ക് ഓവർഫ്ലോ ചെയ്തു പോയി, ആ ഓവർഫ്ലോ ചെയ്തു പോയി, ശരിയാണ്, ഓവർഫ്ലോ ചെയ്തു, വെള്ളം പ്രഷ്യസ് ആണ്, ഇതാണ്, ഇനി ഇതിനെ ആലോചിച്ചിരിക്കാം. ഇത് തന്നെ ആ ഓവർഫ്ലോ ചെയ്തത് എന്തുകൊണ്ട്, അതെന്ത് അങ്ങനെ ശീലം വന്നത്, ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 24 മണിക്കൂറിൽ മതിയാവാതെ വരുന്നു പലർക്കും. നെക്സ്റ്റ് ഡേയിലേക്ക് അത് എടുത്തുകൊണ്ട് പോവാണ് ആ വറീസ് എന്നുള്ളതാണ്. ഇത് ഭയങ്കര അപകടമാണ്. നമ്മളിങ്ങനെ ഒരുപാട് നമ്മുടെ കയ്യിലല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഒരുപാട് വറീസ് ഉത്കണ്ഠ എടുത്തു കഴിഞ്ഞാൽ നാച്ചുറലി നമ്മുടെ ഹെൽത്തിനെയൊക്കെ അത് ബാധിക്കും എന്നുള്ളതാണ്. നമുക്ക് സന്തോഷിക്കാനുള്ള സമയം വളരെ കുറഞ്ഞു പോയിട്ട് അതില്ല, അത് നമ്മുടെ ഉറക്കത്തിനെയൊക്കെ ബാധിക്കും എന്നുള്ളതാണ്. നമുക്ക് നന്നായി ഒന്ന് ഉറങ്ങണ്ടേ, അപ്പം നമ്മൾ ഒന്ന് കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് നമ്മൾ ശീലിക്കുന്നത് നല്ലതാണ്. കുട്ടികൾക്ക് ഒരു ചെറിയ തുമ്മലോ ഒരു ചെറിയ ചുമയോ ഒക്കെ ഒന്ന് പറ്റുമ്പോഴേക്കും നമ്മൾ, അതിപ്പോൾ ഫസ്റ്റ് ചൈൽഡൊക്കെ ആകുമ്പോഴാണ് ഇത് കുറച്ച് കൂടുതലും ഉള്ളത്. ഒരു 2 തുമ്മൽ തുമ്മി, അല്ലെങ്കിൽ ഒന്ന് ചുമച്ചു, ചിലപ്പോൾ ഒന്ന് ഇങ്ങനെ നടക്കണ സമയത്താവും ഒന്ന് വീണിട്ടൊക്കെ ഉണ്ടാവും. അപ്പോഴേക്കും ചിലരിങ്ങനെ ഓവർ ബോധേർഡ് ആവും, ഓവർ വറീഡ് ആവും, ഓട്ടന്നിട്ട് തൊട്ടക്ക് കാർ വിളിക്കുക, ആംബുലൻസ്, ഇങ്ങനെയുള്ള രീതിയിലേക്കും കൂടി പോകാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കറിയാം ഒരു വൈറൽ ഫീവർ ആണ് എന്ന് വിചാരിച്ചോളൂ, ചെറിയൊരു ഫീവർ, ഡോക്ടർക്ക് പോലും അറിയാം അത് പെട്ടെന്ന് മാറും, ഒരു കോൾഡ് ഫീവർ ആണിത്. പക്ഷെ ഡോക്ടർ എന്ത് എഴുതും, ആൻറ്റിബയോട്ടിക് എഴുതും. ബാക്ടീരിയയ്ക്ക് കൊടുക്കുന്നതാണ്, ബാക്ടീരിയൽ ഫീവർ ആണെങ്കിലാണ് ആൻറ്റിബയോട്ടിക് വർക്ക് ചെയ്യുള്ളൂ ശരിക്കേ. പിന്നെ വൈറൽ ഫീവർ, പക്ഷെ ഡോക്ടർക്ക് അറിഞ്ഞിട്ട് പോലും ഡോക്ടർ അത് എഴുതും. കാരണം ഡോക്ടറെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ആ ഡോക്ടർ മരുന്ന് എഴുതിയില്ലെങ്കിൽ നമ്മൾ പറയാം ആ ഡോക്ടർ നോക്കിയില്ല, മരുന്നും എഴുതില്ല, ഒരു സാധനം എഴുതില്ല. നമ്മളൊന്നും കൂടി ഡോസിൽ മരുന്ന് എഴുതുന്ന ഡോക്ടറെ അടുത്തേക്ക് നമ്മൾ കൊണ്ടുപോകും. ഒന്ന് വെയിറ്റ് ചെയ്യൂ, ഒന്ന് അങ്ങനെ അത് വറീഡാവുന്നത് കൊണ്ടാണ് ആ കോൾഡിന് കൂടി അത് കഫക്കെട്ടായി നിമോണിയായി ഓവർ തിങ്കിങ് ആണ് ഇതിലേക്ക് പോകുന്നത്, വറിയിലേക്ക് കൂടുതൽ ലീഡ് ചെയ്ത് പോകുന്നത് എന്നുള്ളതാണ്. സോ സ്റ്റോപ്പ്. അവിടെ വെച്ച് നമ്മളൊന്ന് നോക്കുക, നമുക്കൊന്ന് ട്രൈ ചെയ്തിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി. നമ്മളൊന്ന് പെട്ടെന്നൊക്കെ ചെറിയൊരു കോൾഡൊക്കെ ആണെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറും. അതിൻ്റേതായിട്ടുള്ള ഇല്ല പിന്നെ പോവാണ് അത് ഇതാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോകുന്നതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം. പിന്നെ വറി കാരണം കൊണ്ട് നമ്മുടേതായിട്ടുള്ള ചില ഇമോഷണൽ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ എന്തുണ്ടാക്കരുത്, ഡിസ്റ്റർബൻസസ് മറ്റുള്ളവരുടെ ലൈഫിലും കൂടി നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ ഉണ്ടാക്കാതിരിക്കുന്നതായിരിക്കും എപ്പോഴും നന്നാവുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ടീനേജിലൊക്കെ ഉള്ള കുട്ടികൾ, നാളെ മറ്റന്നാൾ ഒരു ഫംഗ്ഷൻ ഉണ്ട്, മുഖത്തൊരു കുരു വന്നു, അത് വലിയൊരു പ്രശ്നമാണ്. ആ മുഖത്തൊരു കുരു, അത് മറ്റന്നാളാണ് കല്യാണം, മറ്റന്നാൾ ഇന്ന് തന്നെ അതിന് വരണമായിരുന്നു, പിന്നെ അതിൻ്റെ മുകളിലുള്ള പണികളാണ് മൊത്തം എന്നുള്ളത്. ചിലപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെ ഉണ്ടാവും. പക്ഷെ നമ്മളൊരു കാര്യം ഒരു ഫംഗ്ഷന് നമ്മളുടെ ഈ പിമ്പിൾസ് അധികമൊന്നും ആരെയും ബോദർ ചെയ്യുന്നൊന്നും ഉണ്ടാവില്ല. ഇനി കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും പിമ്പിൾസ് അല്ലേ, അത് വരും പോവും എന്നൊക്കെ ഉള്ളത്. നമുക്കൊരു തോന്നലാണ് എല്ലാവരും നമ്മളെ, ഇല്ല സമയമില്ല, ആരെങ്കിലും സമയമൊന്നുമില്ല, ആർക്കും സമയമൊന്നുമില്ല, അവരവരുടെ കാര്യങ്ങൾ നോക്കാൻ തന്നെ സമയമില്ല. അതിൻ്റെ ഇടയിലാണോ ശരിയായിരിക്കും, ചിലപ്പോൾ ആരെങ്കിലും ഒന്ന് മുഖത്തേക്ക് നോക്കണ സമയത്ത് ഒരു മുഖത്തൊരു അത്രയേ ഉള്ളൂ, അതിന് വലിയൊരു കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ പേഴ്സണാലിറ്റിയിലൊന്നും, നമ്മുടെ പേഴ്സണാലിറ്റി നമ്മുടെ സ്വഭാവത്തിലാണ് കിടക്കുന്നത്, അത് നമ്മൾ മറക്കരുത്. അത് നമ്മുടെ കാണാനുള്ള ചന്തോ നമ്മളുടെ ഇതൊന്നുമല്ല, നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് ഒരു 5 മിനിറ്റ് നമ്മളോട് കൃത്യമായി നിന്ന് സംസാരിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ സ്വഭാവം എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ അതൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട വരും. പിന്നെ മുടി നരയ്ക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാണ്, നമുക്ക് വലിയൊരു ടെൻഷൻ. ഒരു മുടിനെ കാണുമ്പോഴേക്കും നമുക്ക് ടെൻഷൻ. നമുക്ക് സൊല്യൂഷൻ ഉണ്ട്, ഡൈ ചെയ്യാം എന്നുള്ളൊരു സൊല്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇതിങ്ങനെ. അപ്പം അതല്ല ടെൻഷൻ. ഡൈ ഇങ്ങനെ കുറേ തേച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ചാനൽ വായിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ കുറേ ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ വരും, അതിങ്ങനെ വരും, ഇങ്ങനെ വരും, അങ്ങനെ കുറേ വായിച്ചിട്ടുണ്ടാവും, തലയ്ക്ക് അങ്ങനെ വരും. എന്നാൽ ശരി, അങ്ങനെയൊക്കെ എന്തെങ്കിലും നമുക്ക് തലവേദന ഡൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എലർജി
നമുക്ക് ഡൈ ചെയ്യാതിരിക്കാം, എന്താ കുഴപ്പം? നല്ല മുടിയൊക്കെ നരച്ച് നല്ല സ്മാർട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നടക്കാം, ഒരു പ്രശ്നവും വരില്ല. നമ്മൾക്ക് കുറച്ചും കൂടി ബഹുമാനം ചിലപ്പോൾ കൂടുതൽ കിട്ടിയെന്ന് വരും എന്നുള്ളതാണ്. എത്ര ഭംഗിയുള്ള ആൾക്കാരുണ്ട്, എത്ര നല്ല പേഴ്സണാലിറ്റിയുള്ള ആൾക്കാരുണ്ട്, നല്ല വൈറ്റ് ഹെയറോട് കൂടിയിട്ട് ഗ്രേ ഹെയറൊക്കെ കൂടിയിട്ട് നടക്കുന്ന കുട്ടികൾ കളർ ചെയ്യുന്നു, വൈറ്റ് കളർ പോലും ചെയ്യുന്നു. സോ ഡോണ്ട് വറി അബൌട്ട് ഓൾ ദോസ് തിങ്സ്. ഇങ്ങനെ കുറേ വറീഡ് ആവണ്ട, കുറേ ഉത്കണ്ഠപ്പെടണ്ട ജീവിതത്തിൽ. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ട് നമ്മൾ ഇതാക്കണ്ട എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു, അതാണ് ഞാൻ നോക്കിയത്. നമ്മൾ സിനിമ ഓർമ്മയുണ്ടോ, സദാനന്ദൻ്റെ സമയം എന്നുള്ളതിൽ? അതിൽ ഒരു അൺസയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യം, ആ ഒരു കാര്യത്തിന്, അതായത് ഇങ്ങനെ ഇപ്പോൾ മുന്നിൽ കുടമൊക്കെ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് നല്ല ദിവസമാവും. നമ്മുടെ മുമ്പിൽ കൂടെ മഴയോ കോണിയോ ഒക്കെ പിടിച്ചിട്ടൊരാൾ നടന്നു പോയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പോക്കായി എന്നുള്ള നല്ല സിനിമയല്ലേ. കുറേ തമാശകളുള്ള അങ്ങനത്തെ സിനിമകളൊക്കെ ഭയങ്കര നല്ല കുറേ മെസ്സേജ് തന്നെയായിരുന്നു സത്യം പറഞ്ഞാൽ ആ സിനിമകളൊക്കെ എന്നുള്ളതാണ്. അപ്പോൾ ചിലവരുടെ മുമ്പിൽ ചിലപ്പോൾ ഒരു ദിവസം രാവിലെ ഇവിടുന്ന് ഓഫീസിലേക്ക് ഇറങ്ങുന്ന സമയത്തായിരിക്കാം ചിലപ്പോൾ മഴയൊക്കെ പിടിച്ച്, തോളത്ത് മഴ പിടിച്ച്, കോണിയൊക്കെ പിടിച്ച്, പിന്നെ അതെന്നെ ചിന്തിക്കേ, ഇന്ന് എനിക്ക് എന്താണാവോ പറ്റുക, നമ്മൾ ചെയ്യുന്ന വർക്കിലൊക്കെ നമ്മൾ തെറ്റുവരുത്താണ്. നമ്മൾ മനസ്സിലാക്കുക അതൊരു അൺസയൻറ്റിഫിക് ആണ്. ഇറ്റ്സ് നോട്ട് സയൻറ്റിഫിക്. കോസും ഇഫക്റ്റും ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് എന്താവുള്ളൂ സയൻറ്റിഫിക്. ഒരു അൺസയൻറ്റിഫിക് മാറ്ററിനെ ആലോചിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, വരീഡാണ്. നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യുക, വിൽ ഡു അവർ ഡ്യൂട്ടി. നമ്മളിങ്ങനെ കുറേ വറീസ്, ശ്രീകൃഷ്ണനൊക്കെ അർജുനനോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, പല സ്ഥലത്തും പല കോഡ്സിലും പറയുന്നു, യു ഡോണ്ട്. കാരണം വറീസ് എപ്പോഴും നമ്മുടെ ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ടിനെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ എന്ത് വരും, വറീസ് വരും. ഡോണ്ട് തിങ്ക് അബൌട്ട് ദി ഔട്ട്പുട്ട്, യു ഡു യുവർ വർക്ക്. നമ്മുടെ വർക്ക്. ചില കുട്ടികളുണ്ട് നന്നായി പഠിക്കുന്ന കുട്ടികൾ, ടെൻഷൻ എന്നുള്ള ഈ പേടി, ഞാൻ ശരിയാവില്ലേ എന്നുള്ള ഒരൊറ്റ പേടി കാരണം കൊണ്ട് മാർക്കൊക്കെ അവർ ചിലപ്പോൾ കുറയ്ക്കും എന്നുള്ളതാണ്. അവർ ജയിക്കും കേട്ടോ, അവർക്ക് നല്ല സ്കോറും ഉണ്ടാവും. വേറെ ചില മിടുക്കന്മാരുണ്ട്, ഒരു ടെൻഷനില്ല, പോയിന്റും പഠിച്ചു ഒരു ടെൻഷനും ഉണ്ടാവില്ല, അവിടെ പോയാൽ അവിടെ സുഖമായിട്ട് ഒരു റെഡ്യൂസ് വറീസ് ഇൻ യുവർ ലൈഫ്. വറീസ് എന്ത് ചെയ്യണം, നമ്മൾ കുറയ്ക്കുക തന്നെ വേണം. അതിന് നമ്മൾ എഫേർട്ട് തന്നെ എടുക്കണം. ഞാനിങ്ങനെ ഈ പറഞ്ഞതുകൊണ്ട്, എൻ്റെ ഒരു ഇതിൽ ടോക്കിൽ പറഞ്ഞതുകൊണ്ട് വറീസ് പോവില്ല എന്നുള്ളതാണ്. നമുക്ക് ലൈഫ് ഭയങ്കര സിമ്പിളാക്കാം. ഒരു മഴയൊക്കെ പെയ്യണ സമയത്ത് ആ മഴയൊക്കെ നോക്കി ഒരു ചായയൊക്കെ കുടിച്ച്, അല്ലെങ്കിൽ നമുക്ക് നല്ല തമാശ സിനിമകളൊക്കെ കണ്ട്, നമുക്കിഷ്ടപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ചെയ്ത്, ഇപ്പോൾ വെയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മളിങ്ങനെ വെയിൽ കൂടുമ്പോൾ ഇതൊന്നും ഇങ്ങനെ ചെയ്യണ്ട. നമുക്ക് വെയിലത്തൊക്കെ എന്താ ചെയ്യാൻ പറ്റുക, വെയിൽ മാറി വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിങ്ങനെ ആലോചിച്ച് ഒന്നുകൂടെ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാം, അല്ല ഹാപ്പി ആയിട്ട് നമുക്ക് ജീവിക്കാം. സ്റ്റോപ്പ് വറി സ്റ്റാർട്ട് ലിവിങ് എന്ന് പറയുന്നൊരു ബുക്കൊക്കെ ഉണ്ട്, നല്ലൊരു ബുക്കൊക്കെ ഉണ്ട്. ഞാനതിലിടാം, ടാഗ് ചെയ്തിടാം, ബുക്കിൻ്റെ പേരും ഓഥറിൻ്റെ പേരും ഒക്കെ ടാഗ് ചെയ്തിടാം. സോ നിങ്ങൾക്ക് റെഫറൻസ്. അപ്പോൾ എന്നിട്ട് നമ്മുടെ വറീസ് കുറയ്ക്കും. അധികം നമ്മളെ ഉത്കണ്ഠപ്പെടില്ല. നമ്മളധികം പ്രത്യേകിച്ച് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, നമുക്കൊരു കൺട്രോളും ഇല്ലാത്ത കാര്യത്തിൻ്റെ മുകളിൽ നമ്മളിരുന്ന് ആലോചിച്ചിട്ട് എന്ത് ചെയ്യാൻ പോവില്ല, നമ്മൾ വറി ചെയ്യാൻ പോവില്ല. താങ്ക് യു. വിൽ സീ യു അഗെയിൻ. മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, അതേപോലെ തന്നെ ഷെയർ ചെയ്യണം. ബെൽ ബട്ടൺ പ്രസ് ചെയ്താലാണ് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. താങ്ക് യു.